അടുക്കളയിൽ ഭർത്താവ് ഭാര്യയെ സഹായിക്കുന്നില്ല എന്നതാണോ ഇത്ര വലിയ കുടുംബ പ്രശ്നം? അതൊക്കെ നിസ്സാരമല്ലേ പുരുഷോത്തമ? പരാതി തരുന്നതിന് മുമ്പ് അവരോട് രണ്ടുപേരോട് എന്നെ വന്നൊന്ന് കാണാൻ പറ, ഞാനൊന്ന് ഉപദേശിക്കാം. ഇങ്ങനെ പരാതിയില്ലാതെ ഉപദേശിച്ച ആളുകളെ നന്നാക്കാനാ പരിപാടിയെങ്കിൽ തച്ചടയുടെ പോലീസ് സ്റ്റേഷനായി മാറാൻ അധികം താമസം ഉണ്ടാവില്ല. നിസ്സാരമായ ഒരു അടുക്കള പ്രശ്നത്തിന് വേണ്ടി ഭാര്യയും ഭർത്താവും തമ്മിൽ അടിച്ചു പിരിയാന്ന് പറഞ്ഞാൽ സാംസ്കാരിക കേരളത്തിന് അത് നാണക്കേടല്ലേ? ഈ സാംസ്കാരിക കേരളം എന്നാ ഉണ്ടായത്? ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടി തുടങ്ങിയപ്പോ മുതല്. അതിനു മുമ്പ് എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? സ്വന്തം മകളെ പോലും നാടുവാഴികൾക്ക് കാഴ്ചവെച്ച് ഇഷ്ടദാനമായി ഏക്കർ കണക്കിന് സ്ഥലം സ്വന്തമാക്കിയ പ്രമാണിമാർ, മനുഷ്യരെ ജാതി തിരിച്ച് അടിയാളന്മാരാക്കി അടിമകളെ പോലെ പണിയെടുപ്പിച്ച് അവരുടെ പെണ്ണുങ്ങളെ ബലമായി കീഴ്പ്പെടുത്തിയിരുന്ന ജന്മിമാർ. ഇതൊക്കെ അല്ലായിരുന്നോ ഇപ്പൊ അഭിമാനത്തോടെ പറയുന്ന സാംസ്കാരിക കേരളത്തിന്റെ മുൻകാല ചരിത്രം? നീ അടുത്ത കാലത്ത് എങ്ങാനും ചരിത്ര നാടകത്തിൽ അഭിനയിക്കാൻ പോയോ? അതെന്താ? അല്ല, ഒരു പ്രത്യേക രീതിയിലെ ഡയലോഗ് പ്രസന്റേഷൻ. അല്ലെങ്കിലും പെണ്ണുങ്ങൾ വായ തുറക്കുന്നത് ആണുങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ആലിസേ, സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള കഴിവ് പെണ്ണുങ്ങൾക്കാ കൂടുതൽ. അതുകൊണ്ട് കുടുംബ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി സ്ത്രീകൾ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാവണം. പഴയ കാലത്തെ പോലുള്ള സ്ത്രീ സഹനങ്ങളാണ് ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിവരവും വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങൾ അതിന് നിന്നു തരില്ല. അതെ, അങ്ങനെ ഒരുപാട് സഹിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഭർത്താവിനെ അനുസരിക്കുക, ബഹുമാനിക്കുക, ആദരവോടെ സംസാരിക്കുക, ഇതൊക്കെ ആയിക്കൂടെ? ഓ, ചുറ്റി വിളച്ച് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ട് കെട്ടാനുള്ള തത്രപ്പാടല്ലേ? അതിപ്പോഴാ മനസ്സിലായേ. എന്റെ ഭർത്താവിന് ആവശ്യമായ ആദരവും ബഹുമാനവും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വിവരക്കേട് കണ്ടാ ഞാൻ പറയും, എതിർക്കും. അത് ഭാര്യ എന്ന നിലയിലെ എന്റെ കടമയാ. പ്രതാപേട്ടൻ എന്നെ തിരുത്താം, ശാസിക്കാം. കൃത്യമായ കൊടുക്കൽ വാങ്ങലുകളാ കുടുംബജീവിതത്തിന്റെ വിജയം. എന്റെ കാര്യത്തിൽ ഈ വാങ്ങൽ മാത്രമേ ഉള്ളൂ, കൊടുക്കലില്ല. അതാ കുഴപ്പം. ദേ വെള്ളം ചൂടായി, എടുത്തിട്ട് പോയി കുളിക്കും. എന്താ വെള്ളം? വെള്ളം ഇൻഡക്ഷൻ കുക്കറിലാണോ വെള്ളം തിളപ്പിക്കുന്നത്? എന്താ ഇൻഡക്ഷൻ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ പാടില്ലേ? സംസ്ഥാനം ഗുരുതരമായ വൈദ്യുതി പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വൈദ്യുതി പാഴാക്കാൻ പാടുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇങ്ങനെ വൈദ്യുതി പാഴാക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. എങ്കിലേ ഉത്തരവാദിത്തപ്പെട്ട പൗരൻ നാളെ മുതൽ പച്ചവെള്ളത്തിൽ കുളിച്ചാൽ മതി. പച്ചവെള്ളത്തിൽ കുളിക്കാനെങ്കിൽ പറ്റും. എന്താ ജലദോഷം വരും. എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എവിടെന്നെങ്കിലും ഒരു ഗ്യാസ് എടുത്തോണ്ട് വാ. ഗ്യാസ് ഇല്ലേ? ഉണ്ടായത് തീർന്നിട്ട് ഒരാഴ്ചയായി. ഇന്ന് വരും നാളെ വരുമെന്ന് കരുതി എല്ലാ ദിവസവും സിലിണ്ടർ എടുത്ത് വഴി കൊണ്ടുപോയി വെക്കും. വൈകിട്ട് തിരിച്ചെടുത്തോണ്ട് വരും. ഇതാ പരിപാടി. എന്നിട്ട് എന്തുകൊണ്ട് നീ ഇതുവരെ എന്നോട് ഈ വിവരം പറഞ്ഞില്ല? തീർന്ന അന്ന് ഞാൻ പറഞ്ഞതാ. അതെങ്ങനെയാ? സ്റ്റേഷനിലെ നാട്ടിലെയും കാര്യം കഴിഞ്ഞിട്ട് വീട്ടുകാരെ നോക്കാൻ നേരമുണ്ടോ? ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി ആലിസേ. അതെനിക്കറിയാലോ. സാധാ കോൺസ്റ്റബിൾമാരുടെ വീട്ടിൽ വരെ 2-3 അഡീഷണൽ കുറ്റിയുണ്ട്. സ്ഥലം എസ്ഐയുടെ വീട്ടിൽ മാത്രം ഒരു സിലിണ്ടർ. അഡീഷണൽ സിലിണ്ടറിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടല്ലോ. അത് അടുത്ത മാസം കിട്ടൂന്നാ ഏജൻസി ഓഫീസിൽ നിന്ന് പറഞ്ഞത്. പ്രതാപേട്ടന് ചുണയില്ലാഞ്ഞിട്ടാ. എത്ര കുറ്റി അവന്മാര് കരിഞ്ചന്തയിൽ വിൽക്കുന്നേ? ആ ഏജൻസി ഉടമയെ വിളിച്ചൊന്ന് വരട്ടി വീട്ടിലേക്ക് ഫില്ല് ചെയ്ത 2 ഗ്യാസ് സിലിണ്ടർ കൊടുത്തു വിടണമെന്ന് പറഞ്ഞാൽ അയാൾ അക്ഷരം പ്രതി അനുസരിക്കും. സ്ഥലം എസ്ഐ എന്ന നിലയിൽ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ അനുസരിക്കുമായിരിക്കും. പക്ഷേ പിന്നീട് അയാൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും നമുക്ക് കൂട്ടു നിൽക്കേണ്ടി വരും. അതാണ് ഒരിക്കൽ കൈക്കൂലി വാങ്ങിച്ചാലുള്ള കുഴപ്പം. അയ്യോ, കൈക്കൂലി വാങ്ങാത്ത ഒരാള്. അതെ, നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ആ സേവനം ലഭിക്കുന്നയാൾ നിറമനസ്സോടെ നമുക്ക് തരുന്ന പാരിതോഷികത്തെ കൈക്കൂലി എന്ന് വിളിച്ച് അധിക്ഷേപിക്കരുത് ആലീസേ. ഒരു ഉദാഹരണത്തിന്, ഗ്യാസ് വിതരണത്തിന് പോയ വണ്ടി നാട്ടുകാർ തടഞ്ഞു വെച്ചു. സ്ഥലം എസ്ഐ എത്തി ആൾക്കാരെ സമാധാനപരമായി പിരിച്ചുവിട്ടു. അതിന്റെ സന്തോഷത്തിന് ഏജൻസി ഉടമ പറയുക, സാറ് ചെയ്ത സേവനത്തിന് നന്ദി സൂചകമായി 2 ഗ്യാസ് സിലിണ്ടർ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ ചെയ്താൽ അത് നമുക്ക് സ്വീകരിക്കാം. അല്ലാതെ ആരെയും വിരട്ടി കാര്യം സാധിക്കാനാണെങ്കിൽ എസ്ഐ പ്രതാപചന്ദ്രന് അതിന് കിട്ടില്ല. അതിനുള്ള തന്റേടം ഇല്ലെന്ന് പറ. തന്റേടം ഇല്ലെന്നോ? എസ്ഐ പ്രതാപചന്ദ്രനോ? നീ ഏജൻസി ഓഫീസിലെ നമ്പർ ഇങ്ങട്. എനിക്ക് തന്റെ ഇടം ഉണ്ടോ ഇല്ലെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. നമ്പർ ഇട്. 047 ഇങ്ങോട്ട് ഇട്. ഹലോ, സബ് ഇൻസ്പെക്ടർ പ്രതാപേന്ദ്രൻ സ്പീക്കിംഗ്. ഇവിടെ ഗ്യാസ് തീർന്നിട്ട് ഒരാഴ്ച. നിങ്ങൾ എന്ത് സേവനമാണ് ചെയ്യുന്നത്? ഓഹോ, ശരി. ഓക്കെ, താങ്ക് യു.
പുലി പോലെ വന്നത് എലി പോലെ അങ്ങ് പോയല്ലോ. ഇന്ന് രാവിലെ ഒരു ലോഡ് ഗ്യാസ് സിലിണ്ടറുമായി വണ്ടി നമ്മുടെ റൂട്ടിൽ വന്നിട്ടുണ്ടെന്ന്. ഇവിടെ എപ്പോ എത്തുന്നു അയാൾ ഇങ്ങോട്ട് വിളിച്ച് പറയും. അതെ. ഹലോ, കൃത്യമാണല്ലോ അല്ലേ? എന്തെങ്കിലും കാരണവശാൽ ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്റെ വഴി സ്വീകരിക്കേണ്ടി വരും, കേട്ടല്ലോ? 10 മിനിറ്റ് നമ്മുടെ റോഡിൽ വണ്ടി എത്തും. നീ ആ സിലിണ്ടർ എടുത്ത് പുറത്തു. അതെ, ഗ്യാസ് സിലിണ്ടർ ഇന്ന് വന്നില്ലെങ്കിൽ എന്ത് വഴി സ്വീകരിക്കുന്നാ പറഞ്ഞേ? എവിടെയെങ്കിലും പോയി കൊമേഴ്ഷ്യൽ ഗ്യാസ് എടുക്കും, അല്ലാതെ വേറെന്ത് വഴി? അത്രേ പറ്റുള്ളൂ. നീ സിലിണ്ടർ എടുത്ത് പുറത്തു, ഞാൻ കാശ് എടുത്ത് വെക്കാം. ഞാൻ പൈസ എടുത്തോണ്ട് വരാം, പ്രതാപേട്ടൻ ഇതെടുത്ത് വെക്കും. തച്ചങ്കോട് എസ് കാലിക്കുറ്റി ചുമക്കാനാ? നെവർ. ഒരു പണിയും ചെയ്യാൻ കഴിയൂല. തലേവരം അടുത്തു. ഇതൊക്കെ ആണുങ്ങൾ ചെയ്യേണ്ട ജോലിയാ. അപ്പൊ ആണുങ്ങൾ ചെയ്യേണ്ട ജോലിയും ഉണ്ട്. കട്ടിപ്പണി ചെയ്യാൻ ആണുങ്ങളും ദോശ ചുടുന്ന പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ജോലി പെണ്ണുങ്ങൾക്കും. അത് പഴയ കാലം. ഇപ്പൊ ജീവിക്കണമെങ്കിലേ പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാൾ ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യണം, എന്നാലേ തുല്യത അവകാശപ്പെടാൻ പറ്റൂ. അതിന് നിങ്ങളെ പോലെ ദൃഢമായ ശരീരപ്രകൃതി അല്ല പെണ്ണുങ്ങളുടേത്. ശരീരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല വ്യത്യാസം, എല്ലാ കാര്യത്തിലും ഉണ്ട്. അതനുസരിച്ച് വേണം ആണുങ്ങളോട് പെരുമാറാൻ. അല്ലാതെ വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് മാത്രം എല്ലാം ആയില്ല. കുറച്ച് പൊക്കവും വണ്ണം ഉണ്ടെന്ന് വെച്ചേ എല്ലാവരും ആണാവില്ല. അതെ, ഇത് റോഡാ. ഇമാതിരി ഫാമിലി മാറ്റേഴ്സ് ഒക്കെ നമുക്ക് ബെഡ്റൂമിൽ ഇരുന്ന് സംസാരിക്കാം. എന്നെ ഇവിടെ നിൽക്ക്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. എന്തായാലും സ്ഥലം ഗ്യാസ് സിലിണ്ടർ കാവൽ നിൽക്കാനോ? വേണ്ട, ഞാൻ നിൽക്കാം. പക്ഷെ എന്താ കഴിക്കാനെന്ന് ചോദിച്ചു വന്നേക്കരുത്. ഒരു കാര്യം ചെയ്യാം, ജംഗ്ഷനിലെ ചായക്കടയിൽ ചെന്ന് ദോശയും ചമ്മന്തി വാങ്ങിച്ചോണ്ട് വരാം. അപ്പോഴേക്കും ഗ്യാസ് വേണ്ടി വരും. ഓക്കെ, കാശ്. ഇന്നും ഗ്യാസ് സിലിണ്ടറിന്റെ കാവലാണോ? ഇന്നത്തെ നിൽപ്പ് വെറുതെ ആവില്ല. 10 മിനിറ്റിനകം വണ്ടി വരും. പ്രതാപേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ട് വരും. ഓ, എങ്കിൽ ഞാനും കുറ്റി എടുത്തോണ്ട് വരാം. ആലി സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ ബുക്കും ക്യാഷും കൊടുത്ത് കുറ്റി ഒരെണ്ണം ഇറക്കി വെക്കണം. ഞാൻ പണിക്കാരെ വിട്ടെടുപ്പിച്ചോളാം. സുകുമാര സാർ എങ്ങോട്ട് പോവാ? വീടിന്റെ ചില അറ്റകുറ്റപ്പണികൾ നടക്കുക. അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങണം. വാങ്ങാൻ താമസിച്ച അവന്മാര് വെറുതെ ഇരിക്കും. വെറുതെ ഇരുന്ന് എങ്ങനെ കൂലി വാങ്ങാന്നാണല്ലോ ഇപ്പൊ പണിക്കാരുടെ ചിന്ത. ഞാൻ എടുത്തോണ്ട് വരാം. ഇവളിത് എടുത്തോണ്ട് പോയില്ലേ? നല്ല ഭാരം. ഈശ്വര, ഇത് പൊക്കി വീട്ടിലെത്തിക്കാനുള്ള ആരോഗ്യം തരണേ. ആലിസൂട്ടിയേ, ആലിസേ. എന്താ പ്രതാപേട്ട? ദോശ ചമ്മന്തി. അയ്യോ, ഇത് കൊണ്ടുവന്ന ക്ഷീണമാണോ? ഗ്യാസ് സിലിണ്ടർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചില്ലേ, എന്താ ചില്ലറ കാര്യമാണോ? സിലിണ്ടർ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? സ്റ്റോർ റൂമിൽ തന്നെ വെച്ചാ പോരായിരുന്നോ? സ്റ്റോർ റൂമിൽ തന്നെ ഇരുന്ന ഇവിടെ എങ്ങനെ സ്റ്റൗ കത്തിക്കും? അതിന് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടല്ലേ ഇത് കണക്ട് ചെയ്യുള്ളൂ. ഓ, ഇതിവിടെ വരുന്നത് വരെയുള്ള ധൃതി ഉണ്ടായിരുന്നുള്ളല്ലേ? ആരാ ചെന്ന് നോക്ക്, ഞാൻ കുളിച്ചു പോയാൽ റെഡിയാവും. ആ സാറോ, ഞാൻ ബുക്ക് എടുത്തിട്ട് വരാം. ബുക്കല്ല സാറേ പ്രശ്നം, ഗ്യാസ് സിലിണ്ടറാ. ഗ്യാസ് സിലിണ്ടർ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇവിടുത്തെ സിലിണ്ടറുമായിട്ട് ഞാനിങ്ങി പോന്നു. സഹായിക്കാൻ സുഗുണനും ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയാ.
ഞാൻ കുറച്ചു മുമ്പ് ടൗണിൽ നിന്ന് വരുമ്പോ കുറ്റി അവിടെ ഉണ്ടായിരുന്നു. തന്നെ എടുക്കാൻ വയ്യാത്തോണ്ട് അകത്തുപോയി പണിക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോ കുറ്റി കാണാനില്ല. കാണാനില്ലേ? ആ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ സിലിണ്ടർ എടുത്തോണ്ട് വന്നിട്ട് കൂടിപ്പോയ 10 മിനിറ്റ് ആയി കാണും. അതിനിടയ്ക്ക് ആരെടുത്തോണ്ട് പോനാ? ഈ ഇടയായി മോഷണം കൂടുതലാ സാറേ. കഴിഞ്ഞ മാസം പാലത്തിനടുത്തുനിന്ന് 2-3 സിലിണ്ടറുകൾ മോഷണം പോയി. സുമാരൻ സാർ അവിടെ ശരിക്കും നോക്കിയോ? ഇനിയിപ്പൊ ആരെങ്കിലും റോഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചതാണെങ്കിലോ? ഞങ്ങൾ എല്ലാരും കൂടി അവിടെ മൊത്തം നോക്കി. സംഗതി ഇല്ല. സിലിണ്ടർ മോഷ്ടിക്കുന്ന ഒരു മാഫി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് സാറേ. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ആരെങ്കിലും എടുത്തോണ്ട് പോയി കാണും. ഇവിടെ ഇപ്പൊ ആരാ അങ്ങനെ എടുത്തോണ്ട് പോവാൻ? ഇത് മോഷണം തന്നെയാ. എന്തെങ്കിലും ഉടനെ ചെയ്യണം സാറേ. സിലിണ്ടർ ഇല്ലാതെ വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഇപ്പൊ ഉള്ള കുറ്റിയുടെ ഗ്യാസും തീരാറായി. ഞാനൊരു കാര്യം ചെയ്യാം, സ്റ്റേഷനിൽ വിളിച്ച് പറയാം 2 പോലീസുകാരെ അയക്കാൻ. അവരിവിടെ വന്ന് ഒന്ന് പരിശോധിക്കട്ടെ. ആരൊക്കെയാ ഗ്യാസ് എടുത്തത്, ഇവിടുന്ന് ആരെങ്കിലും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകുന്ന കണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാം. ഇതെങ്ങാനും അറിഞ്ഞ ശാന്തമ്മ ഒരു സ്വൈരം തരില്ല. സ്കൂളിൽ 450 പിള്ളേരെ മേയ്ക്കാൻ ഒരു പാടില്ല. പക്ഷെ ശാന്തമ്മയെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താനാ പാട്. എന്റെ കഴിവുകേട് കൊണ്ടാ കള്ളന്മാര് ഗ്യാസ് ഊറ്റി കൊണ്ടുപോയെന്ന് അവള് പറയും. സുകുമാര സാർ സമാധാനപ്പെട്. ആര് കൊണ്ടുപോയാലും നമുക്ക് കണ്ടുപിടിക്കാന്നേ. ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ കാര്യമല്ലേ ഉള്ളൂ. കാലിക്കുറ്റി ആയിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഇത് നിറകുറ്റിയല്ലേ? എന്താ പ്രശ്നം? എന്താ സാറേ? സുകുമാര സാറിന്റെ ഗ്യാസ് സിലിണ്ടർ ആരോ മോഷ്ടിച്ചു. എപ്പോ? കഷ്ടിച്ചൊരു 10 മിനിറ്റ് ആയി കാണും സാറേ. അതായത് ഈ ഗേറ്റിന്റെ മുന്നിൽ ഇറക്കി വെച്ച ഗ്യാസ് ഊറ്റിയാണോ? അതെ, എന്റെ ഗ്യാസ് ഊറ്റി ഇവിടെ ഇറക്കി വെച്ചത്. SI പ്രതാപചന്ദ്രന്റെ കാൽ കീഴിൽ നിന്നും ഗ്യാസ് കുറ്റി മോഷ്ടിക്കാൻ ധൈര്യമുള്ളവർ ഇവിടെ ഉണ്ടോ? ഇതെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇതിനു മുമ്പ് ഈ പ്രദേശത്ത് നിന്ന് ഗ്യാസ് ഊറ്റി മോഷണം പോയിട്ടുണ്ട് സാറേ. ചിലപ്പോ 1-2 മാസം കഴിഞ്ഞിട്ട് ഉപയോഗം കഴിഞ്ഞ കാലിക്കുറ്റി തിരിച്ചു കിട്ടിയ സംഭവമുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്കിതുവരെ പരാതി കിട്ടിയിട്ടില്ലല്ലോ. നമ്മളിവിടെ താമസിക്കാൻ വരുന്നതിന് മുൻപായിരിക്കും. അല്ല, നിങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷമാ ഈ സിലിണ്ടർ മോഷണം. അത് ശരി. അപ്പൊ പോലീസിനോടുള്ള വെല്ലുവിളിയാണിത്. ശരിയായി കൊടുക്കാം. സാർ ഒരു കാര്യം ചെയ്യും, ഒരു പരാതി എഴുതി സ്റ്റേഷനിൽ കൊടുക്ക. നമുക്കിത് ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കാം. എന്റെ സാറേ, വീടിന്റെ മെയിന്റനൻസ് പണി അടക്ക. എനിക്ക് അവിടെ നിന്ന് മാറാൻ നേരമില്ല. സ്കൂളിൽ നിന്ന് ഒരാഴ്ച ലീവ് കൊടുത്തിരിക്ക. ഇതിനിടെ പരാതിയുമായി സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ ഒട്ടും സമയമില്ല സാറേ. ഇതെങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. സുമാരി സാർ ബുദ്ധിമുട്ടണ്ട. ആലിസേ, ഇവിടെ വെച്ച് തന്നെ ഒരു പരാതി തയ്യാറാക്കി എഴുതി മേടിച്ചോ. എങ്കിൽ അകത്തേക്ക് സാറേ, വാ. ചെന്നാട്ടെ സാറേ. ഗ്യാസ് ഏജൻസികളുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ഗ്യാസ് സിലിണ്ടർ സ്ഥിരമായി മോഷണം പോകാൻ കാരണം. എഴുതിക്കോ. അല്ല, സിലിണ്ടർ മോഷണവും ഗ്യാസ് ഏജൻസി തമ്മിൽ എന്ത് ബന്ധം? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ഗ്യാസ് ഇതൊക്കെ വളരെ സുരക്ഷിതമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. ആരെങ്കിലും പെട്രോളോ ഡീസലോ കൊണ്ടുപോയി നടു റോഡിൽ വെച്ചിട്ട് പോവോ? അപ്പോ ഗ്യാസ് സിലിണ്ടറും സുരക്ഷിതമായിട്ട് ഉപഭോക്താക്കളുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട ജോലി ഗ്യാസ് ഏജൻസിക്കാണ്. അത് ശരിയാ. ചില വീടുകളിൽ പ്രായമായവർ മാത്രമേ കാണൂ. വണ്ടിയെന്ന് സിലിണ്ടർ റോഡ് ഇറക്കി ഇട്ടേച്ചു പോയാ അതെടുത്ത് അകത്ത് വെക്കാൻ പ്രായമായവരെ കൊണ്ട് സാധിക്കോ? അതിനുള്ള സംവിധാനം കൂടി ഈ ഗ്യാസ് ഏജൻസികൾ ഉണ്ടാക്കണം. ഇങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കാനാണെങ്കിലേ ഇന്നൊന്നും ഈ പരാതി എഴുതി തീരില്ല. ശരി, എന്നാ ബാക്കി ഇവിടെ എഴുതിക്കോ. ഗ്യാസിന് വേണ്ടി പൊതുജനങ്ങൾ ഏറെ പ്രയാസം അനുഭവിക്കുകയും കാത്തിരിപ്പ് നീളുകയും ചെയ്യുന്നതിനിടയിലാണ് നിരന്തരമായി സിലിണ്ടറുകൾ മോഷണം പോകുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. നടപടി സ്വീകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു എന്ന് വിശ്വസ്തയോടെ സാറിന്റെ പേരെഴുതിക്കോ. മതി, ഇത് മതി. ഇതിന്റെ ഒരു കോപ്പി എടുത്ത് കളക്ടർക്കും DGPയും കൊടുക്കണം. അതെന്തിനാ? അത് ഗ്യാസ് ഏജൻസികളുടെ ഉദാസീനത അവസാനിപ്പിക്കാൻ. അന്വേഷണം സ്ട്രോങ് ആയിക്കോട്ടെ. സാർ ഇവിടെ ഒപ്പിട്ടോ. സുമാരി സാർ ധൈര്യം നോക്കിയോ. 24 മണിക്കൂറിനകം ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോയ കള്ളനെ ഈ SI പ്രതാപേന്ദ്രൻ പൊക്കിയിരിക്കും. താങ്ക് യു സാർ. പിന്നെ പോലീസ് വരുമ്പോ
സമീപത്തുള്ള വീടുകളിലൊന്ന് സെർച്ച് ചെയ്യുന്നത് നല്ലതാ. എന്നോട് വിരോധമുള്ളവരുണ്ടേ. അതൊക്കെ ഇനി എനിക്ക് വിട്ടേക്ക്. കുറ്റി കൊണ്ടുപോയത് ഏത് കൊലക്കൊമ്പനാണെങ്കിലും എന്റെ കൈത്തെരിപ്പിന്നവനെ അറിയും. എന്നാ ശരി സാറേ. ഓ. അതെ ആലിസേ, സ്റ്റേഷനിൽ വിളിച്ച് സെബാസ്റ്റിനോട് സബീനോട് ഒന്നിങ്ങോട്ട് വരാൻ പറ. നമുക്ക് ആദ്യം ഇവിടെ അടുത്തുള്ള വീടുകളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഏതായാലും തക്ക സമയത്ത് സുഗുണനെ കിട്ടിയതുകൊണ്ട് നമ്മുടെ ഗ്യാസ് കുറ്റി സ്റ്റോർ റൂമിൽ എത്തിക്കാൻ പറ്റി. ഇല്ലെങ്കിൽ അതും കള്ളം കൊണ്ടുപോയനെ. സുഗുണന? വണ്ടി വന്നപ്പോ നമ്മുടെ സിലിണ്ടർ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ എന്നെ സഹായിച്ചത് സുഗുണനാ. നീ റോഡിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ എടുത്തോണ്ട് വന്നു? അപ്പൊ ഞാൻ കൊണ്ടുവന്നതോ? അതിന് പ്രതാപേട്ടനല്ലല്ലോ, ഞാൻ സുഗുണനും കൂടിയല്ലേ സിലിണ്ടർ എടുത്ത് സ്റ്റോർ റൂമിനകത്ത് വെച്ചത്. ആലിസേ, അടുക്കളയിൽ ഇരിക്കുന്ന സിലിണ്ടർ അല്പനേരത്തിന് മുൻപേ റോഡിൽ നിന്ന് ഞാൻ എടുത്തോണ്ട് വെച്ചതാ. ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ച സിലിണ്ടർ അല്ലേ അപ്പൊ പ്രതാപേട്ടന്റെ അടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചത്? അല്ല. അല്ലേ? എന്റെ മാതാവേ, അപ്പൊ ആ സുകുമാർ സാറിന്റെ സിലിണ്ടർ പ്രതാപേട്ടൻ പൊക്കിക്കൊണ്ടു വന്നതല്ലേ? അതെ. അയ്യോ. അതെ ആലിസേ, നീ സ്റ്റേഷനിലേക്ക് വിളിക്കണ്ട. അപ്പൊ പ്രതാപേട്ടൻ പറഞ്ഞിട്ട് ഞാൻ എഴുതിയ ഈ പരാതിയിലെ ഗ്യാസ് സിലിണ്ടർ മോഷ്ടാവ് SI പ്രതാപചന്ദ്രനാണല്ലേ? മതി 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 മതി. ഇത് നമ്മുടെ സിലിണ്ടർ, ഇത് സുകുമാര സാറിന്റെ സിലിണ്ടർ. പക്ഷെ സിലിണ്ടർ മോഷണം പോയെന്ന് പരാതി കിട്ടിയ സ്ഥിതിക്ക് ഇതിപ്പോ സുകുമാര സാറിന്റെ സിലിണ്ടർ അല്ല, തൊണ്ടി മുതല. ആ തൊണ്ടി മുതൽ സൂക്ഷിച്ചിരിക്കുന്നതേ സ്ഥലം SIയുടെ അടുക്കളയില്. മോഷണം നടത്തിയത് സ്ഥലം SI. ചവിട്ടിക്കുത്തല്ലേ ആലിസേ? പ്രതാപേട്ടൻ ഇത് എടുത്തോണ്ട് വരുന്ന ആരെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ചിലപ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്ന് സാറിനോട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ മാനവും പോവും. കള്ളനെ കൈയോടെ പിടിക്കാൻ തന്നെയാ വന്നത്. സിലിണ്ടർ മോഷ്ടിച്ച് അടുക്കളയെ കൊണ്ടുവച്ചിട്ട് എന്റെ മുമ്പിൽ വലിയ നാടകം കളിച്ചല്ലേ. വെറുതെ വിടില്ല ഞാൻ. സ്ഥലം SIയുടെ തനിനിറം ഞാൻ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കും. നിങ്ങൾ SI അല്ല, കള്ളനാണെന്ന് ഞാൻ എല്ലാരോടും വിളിച്ചു പറയും. ആലിസേ, ഇനി എന്ത് ചെയ്യും? അല്ല, നമ്മളെന്തിനാ ഇത്ര തല പുകയുന്നെ? പ്രതാപേട്ടന് ഒരു അബദ്ധം പറ്റി. നമ്മുടേതാണെന്ന് കരുതി സുകുമാര സാറിന്റെ സിലിണ്ടർ എടുത്തോണ്ട് പോന്നു. അബദ്ധം തിരിച്ചറിഞ്ഞ് നമ്മളത് തിരിച്ചു കൊടുക്കുന്നു. അതൊന്നും പറഞ്ഞ അയാളെ വിശ്വസിക്കില്ല. പ്രതാപേട്ടൻ ഇതിൽ ഇടപെടണ്ട. സുകുമാര സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. അയാൾ ഇവിടെ വന്ന് പരാതി എഴുതി തരുന്നതിന് മുൻപായിരുന്നെങ്കിൽ നമുക്ക് നടന്ന കാര്യം പറഞ്ഞ് ഈ സിലിണ്ടർ തിരിച്ചു കൊടുക്കാമായിരുന്നു. അതിനിടയ്ക്ക് അയാൾ ഒരു കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ ഇവിടെ വന്ന് താമസം തുടങ്ങിയതിന് ശേഷവാ സിലിണ്ടർ മോഷണം തുടങ്ങിയതെന്ന്. അങ്ങനെ പറയണമെങ്കിൽ ആ സാറിന് നമ്മളെ സംശയമുണ്ടെന്നർത്ഥം. ഒരു കള്ളം ചെയ്തു കഴിഞ്ഞാ മറ്റുള്ളവര് കാണിക്കുന്നതും പറയുന്നതും ഒക്കെ നമുക്ക് എതിരായിട്ടേ തോന്നൂ. അത് എല്ലാ കള്ളന്മാർക്കും തോന്നുന്നതാ. ഞാൻ സാറിനെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാ. അത് ശരിയാവൂല. അന്വേഷണം ഊർജിതമാകുമെന്നും പിടി വീഴുന്നും കണ്ടപ്പോൾ നമ്മൾ സിലിണ്ടർ തിരികെ കൊടുത്തുന്നേ അയാൾ കരുതൂ. ഇവിടെ നമ്മുടെ മാനെ രക്ഷിക്കണമെങ്കിൽ പോലീസിന്റെ ബുദ്ധി പോരാ, കള്ളന്റെ ബുദ്ധി തന്നെ വേണം. അത് ആവശ്യത്തിനുണ്ടല്ലോ. ഇതിപ്പോ റെക്കോർഡുകളായിട്ട് മോഷണ വസ്തുവാ. ഒരു കാരണവശാലും ഇതിവിടെ ഇരിപ്പുണ്ടെന്ന് മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. ഞാനായിട്ട് ആരോടും പറയില്ല. പ്രതാപേട്ടനായിട്ട് പറയാതിരുന്നാ മതി. ഒരിക്കലും അറിയില്ല. നമ്മുടെ മോള് പോലും ഇതറിയരുത്. കുട്ടികളുടെ മനസ്സിൽ ഒരു രഹസ്യവും. SI പ്രതാപചന്ദ്രൻ സിലിണ്ടർ മോഷ്ടാവാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അല്ല, ഈ തൊണ്ടി മുതൽ ഇങ്ങനെ കാവലിരിക്കാനാണോ പരിപാടി? സ്റ്റേഷനൊന്നും പോണ്ടേ? പോണം. പക്ഷേ വീട്ടിലൊരു തൊണ്ടി മുതൽ ഇരിക്കുന്നതിന്റെ യാതൊരു ലാഞ്ചനയും നിന്റെ മൂത്ത് വരാൻ പാടില്ല. എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ പ്രതാപേട്ടന്റെ മുഖം കണ്ട ഒരു കൊലപാതകം ചെയ്ത പോലുണ്ട്. ആണല്ലേ? എനിക്കൊന്നും ഒരു ശീലമില്ലാത്തോണ്ടാ. വേഗം അടുക്കള പൂട്ടിക്കോ. രാത്രി ആയിക്കോട്ടെ, ആരും അറിയാതെ ഈ തൊണ്ടി മുതൽ നമുക്കിവിടെ നിന്ന് മാറ്റാം. കാര്യങ്ങളൊക്കെ വിചാരിച്ചതുപോലെ നടക്കാൻ പ്രാർത്ഥിച്ചേക്കണേ. സൂക്ഷിച്ചു പോണം. ആരെങ്കിലും കണ്ട പിടി കൊടുത്തേക്കല്ലേ. മനുഷ്യ അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് കുമാരി ഇത് എങ്ങനെയെങ്കിലും അപ്പുറത്തോണ്ട് എത്തിക്കാൻ നോക്കുമ്പോ കർത്താവേ, പ്രതാപേട്ടനെ സിലിണ്ടറുമായിട്ട് ആരും പിടികൂടല്ലേ. SIയെ കള്ളനാക്കല്ലേ കർത്താവേ.
അയ്യോ, അയ്യോ കർത്താവേ, പ്രതാപേട്ടനെ കള്ളനാക്കല്ലേ. എന്തായി? നോ പ്രോബ്ലം. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ സുകുമാര സാറിന്റെ ഗേറ്റിന്റെ സൈഡിൽ കൂടെ സിലിണ്ടർ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്താ ഏതാണ്ട് തകർന്ന പോലെ ശബ്ദം സിലിണ്ടർ വീണ സൗണ്ടാ. ഇത്ര വലിയ ശബ്ദം. ഇപ്പോഴാ ആശ്വാസമായത്. വലിയൊരു ഭാരം ഇറക്കി വെച്ച് ഇനി സമാധാനമായിട്ട് ഇടന്നുറങ്ങാം. വാ. സാറേ സാറേ ആര്? സാറേ സാറേ സാറില്ല അവിടെ? സാറോ? അതെയോ? സാറേ സിലിണ്ടർ തിരിച്ചു കിട്ടി. ഓഹോ. ചാക്കി കയറ്റി ഒരു അല്പം മുമ്പ് ആരോ വീട്ടുമുറ്റത്ത് കൊണ്ടിട്ടു. പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു എന്ന് കണ്ടപ്പോ സിലിണ്ടർ മോഷ്ടാവിന് മനസ്സിലായി പിടി വീഴുമെന്ന്. അതുകൊണ്ട് തിരികെ കൊണ്ടിട്ടതാ. നമ്മുടെ കഷ്ടപ്പാട് വെറുതെ ആയില്ലേ അല്ലേ അലസേ? അതെ, കേരള പോലീസിന്റെ മാനം പ്രതാപേട്ടൻ കാത്തു. അങ്ങനെയൊന്നുമില്ല. സാറിന് സന്തോഷമായല്ലോ? ഇനി പരാതിയൊന്നുമില്ലല്ലോ? ഉണ്ട്, പരാതി ഉണ്ട്. സിലിണ്ടർ തിരിച്ചു കൊണ്ടിട്ട കാലമാടൻ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. സാറേ, അവൻ എത്ര വലിയ കള്ളനാണെങ്കിലും സാർ അവനെ പൊക്കണം. മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ എവിടെ വേണേ പരാതി കൊടുക്കാം. ആ ദ്രോഹി എന്റെ കൈ കിട്ടിയ ഞാൻ ഇഞ്ച ചതയ്ക്കും പോലെ ചതയ്ക്കും. അവനെ പിടികൂടാൻ എത്ര രൂപ വേണമെങ്കിലും ഞാൻ ചെലവാക്കും. എന്താ കാര്യം? നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടിയില്ലേ? ഗ്യാസ് കുറ്റിപ്പോയാ കൂടിപ്പോയാ നഷ്ടം 5000 രൂപ. പക്ഷെ ആ ദുഷ്ടൻ അത് തിരികെ കൊണ്ടിട്ടത് എവിടെയാണെന്ന് അറിയാവോ? എവിടെ? മോൻ പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പ്രത്യേകം ഡിസൈൻ ചെയ്ത് ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്ന 1.5 ലക്ഷം രൂപ വില വരുന്ന ഗ്ലാസ് ഡോറുകളുടെ പുറത്താക്കില്ല. അയ്യോ, സാർ അവനെ പിടിക്കൂലേ? ഞാൻ പിടിക്കാം. ശരി സാറേ, ഞാൻ പോണം. പ്രതാപേട്ട, എല്ലാം കൈവിട്ടു പോയല്ലോ. എന്താ അലസേ, എന്നെ ഒന്ന് പിടി.